കാലത്തോടി നടന്നൊരു പണ്ട് കയ്യിൽ കരിവളയിട്ട് നല്ല കൺമചിയുമിട്ട് ഞാനു ഞാടുന്നൊരു കാലത്തോടി നടന്നൊരു പെണ്ണ് 6-7 കൊല്ലായിട്ട് നമ്മക്കൊരു ഹർത്താല് കിട്ടിയതാ പണിമുടക്ക്. അത് നമ്മളെ അടിച്ച് പൊളിക്കുന്നു. കുറെ കാലങ്ങളായിട്ടേ ഒരു പണിമുടക്ക് കിട്ടിയതാണ്. ഞമ്മക്ക് അതൊന്ന് അടിച്ച് പൊളിച്ച് ശരിയാക്കണം. അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോ? സാധനം ചങ്ങായി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. അത് മതി മോനെ, ഞാൻ അതൊന്നൊക്കെ വരുത്തിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ ടാക്സിൻസ് എന്താ വാങ്ങാ? ടാക്സിൻസ് എന്തിനാ കുട്ട ടാക്സിൻസ്? ഇന്ന് ഇനി എന്താ നോക്കണ? ഒഴിക്കാ കുടിക്കുക ഇത് അടിച്ച് പൊളിച്ചു തന്നെ. അതാണ്, വേറെ ഒരു പരിപാടി. ഒരു മിനിറ്റ് ഈ സമയത്ത് വിളിക്കണം. അയ്യേ, ഹലോ, എവിടെ? കട്ട് ചെയ്യടോ. റെയിൽവേ സ്റ്റേഷൻ. പറ്റില്ല. ഞങ്ങൾ നാഗപ്പാട കിട്ടിയൊരു പണിമുടക്കാണ്. അതിന് എൻജോയ് ചെയ്യാൻ വേണ്ടി പഠിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് മരിക്കാൻ പറഞ്ഞാൽ പോണ പരിപാടിയില്ല. ഒന്നും മാറി ആ ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയേ. കയ്യും കാലും പറിച്ചിട്ട് നിക്കാൻ പറ്റില്ല. കുപ്പി എടുത്ത് പൊട്ടിച്ച് ഞങ്ങളൊക്കെ അതിന് വേണ്ടിട്ടല്ലേ വന്നിരിക്കുന്നത്. എല്ലാവരും എന്താ, ഞങ്ങള് 3-4 പേരില്ലേ, വേഗം എടുക്കും. നമുക്ക് പരിപാടികൾ നോക്കാം, ഇന്നത്തെ ആഘോഷങ്ങൾ നടക്കട്ടെ. എടോ, ആരൊരാള് വരുന്നുണ്ടല്ലോ. ഓ, കാലിന് സുഖമില്ലാത്ത ഒരാളാട്ടോ. കുട്ടികളെ, എനിക്ക് ഓരോ കൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണമായിരുന്നു. ഏതെങ്കിലും ഒരു വണ്ടി എൻ്റെ കൂടെ വരുമോ? എൻ്റെ കുട്ടീന്ന് വരുന്നുണ്ട്. എന്റെ പൊന്നെ കാണണേ, ഇന്ന് പണിമുടക്കാം. ഇന്ന് എങ്ങനെ വണ്ടി എടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് കുറച്ച് ദൂരല്ലേ, 19 കിലോമീറ്ററേ ഉള്ളൂ. ഇവരാരിപ്പോ ഒന്ന് വണ്ടി എടുക്കാൻ തോന്നിയില്ല. നിങ്ങൾ നടന്ന് പൊക്കോളെ. ആരും വരില്ല അല്ലേ? എൻ്റെ കുട്ടി അവിടെ നോക്കി നിൽക്കുക. എന്ത് ചെയ്യാനാ? ഇന്നത്തെ ഒരു നശിച്ച ഹർത്താല്. ആരെങ്കിലും ഒന്ന് വാട്ടോ. ഇവരൊന്നും വരില്ലാട്ടില്ലേ. കുട്ടി പാട് നിൽക്കല്ലേ. ഇവർക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. എന്നാ സമരമല്ലേ, വണ്ടി ഓടാൻ പാടില്ലല്ലോ. എന്താ ചെയ്യാ? നിങ്ങൾ മെല്ലെ നടന്ന് പൊക്കോളെ. നല്ലൊരു ദിവസമായിട്ട് ആ മൂടും കളഞ്ഞു. എടാ, നീ ആ പാട്ട് അങ്ങോട്ട് പാടിക്കേ. നല്ല മൂഡില് വരുന്നു. ആ പാട്ടൊക്കെ മൂടൊക്കെ പോയി. പാടവരമ്പത്തിലൂടെ ഓലക്കുടയും എടുത്ത് ഞാറു നാടുന്നൊരു കാലത്തോടി നടന്നൊരു പെണ്ണേ. ദിവസം ലീവ് കിട്ടുമ്പോ എന്ത് പറ്റി? നേരത്തെ പറഞ്ഞല്ലേ. എടോ, എന്താ ചെയ്യാ? പറഞ്ഞ ശരിയാക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളിപ്പോൾ സമരം വരലൊന്നും നോക്കണ്ട. അതായത് അയാളുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുക അത്യാവശ്യ കാര്യമാണ്. കാരണം എന്താ അറിയോ, നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ ശരിയാവില്ല. നമ്മളൊക്കെ ഓട്ടോ ഡ്രൈവർമാരല്ലടാ. ഒരാൾക്ക് അത്യാവശ്യം വന്നാൽ നമ്മൾ പോകണ്ടേ? നമ്മളല്ലേ ഇവർക്കൊക്കെ അല്ലേ? നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്തൊരു പ്രശ്നത്തിനും. കാരണം ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എവിടെ അത്യാവശ്യം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് ചെല്ലുന്ന ആൾക്കാരാണ് നമ്മൾ എന്തിനാണ് വെള്ളമടിച്ച് നമ്മളെ ശരീരം നാശക്കണം? അതിനൊക്കെ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്തോടോ. അതല്ലേ വേണ്ടത്. ഒരു സംഘടനക്കാർ നടത്തുന്ന ഹർത്താലിന് നമ്മൾ പങ്കെടുക്കൂല. നമ്മൾ ഓടും. നമ്മൾ ഓടിയാലേ നമുക്ക് അരി വാങ്ങാൻ പറ്റുള്ളൂ. മെയിൻ ആയിട്ടുള്ള എന്താ അറിയോ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഇവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. അത് നമ്മളെ ചുമതല. ഒരു ഓട്ടോ ഡ്രൈവറെ ചുമതല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാക്കോ, നിങ്ങൾ ഇദ്ദേഹത്തെ എത്തിക്കേണ്ട അവിടുത്തെ എത്തിക്കുക. നമ്മൾ ബാക്കിയുള്ള ഓട്ടോക്കാർ ഇതുപോലെ പെട്ട് കിടക്കുന്ന എല്ലാവരെയും നമ്മൾ സഹായിക്കും.
ഇന്നത്തെ ദിവസം ഹർത്താലിനും ഇതിനൊക്കെ നമുക്ക് എതിരായിട്ട് ഇതുപോലെ പെട്ടുകിടക്കുന്ന എല്ലാവരെയും നമ്മൾ സഹായിക്കാനായിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോവല്ലേ? അതാണ് നമ്മള്. അങ്ങനെ ചെയ്യാം. നിങ്ങൾ കൊണ്ടുപോയി പിടി. നിങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾ ഇയാളെ എത്തിക്കൊണ്ടിരുന്ന ഞാൻ എത്തിക്കും. ഇയാളെ എന്നല്ല, ഏതൊരു മനുഷ്യൻ തളർന്നാലും അവിടെ ഞാൻ ഉണ്ടാവും. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. നിങ്ങൾ എവിടെയൊക്കെ സഹായം തേടി ഞങ്ങളെ വിളിച്ചോളൂ, ഞങ്ങൾ അവിടേക്ക് ഓടിയെത്തും. കാരണം ഞങ്ങൾ മനുഷ്യത്വമുള്ള മനുഷ്യരാ. ഞങ്ങളെ തച്ചമ്പാറയിലെ ഓട്ടോ ഡ്രൈവേഴ്സാ. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ സവിനയം സമർപ്പിക്കുന്നു. സാദരം സ്വീകരിച്ചാലും. What do you